കേന്ദ്ര നിർദ്ദേശം അനുസരിച്ചാണ് വഖഫ് ബോർഡ് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതെന്നാണ് ചെയർമാൻ KS ഹംസ റിപ്പോർട്ടിനോട് പ്രതികരിച്ചത്. മെയ് 17 മുൻപ് മുഴുവൻ വഖഫ് സ്വത്തുക്കളും ഉമീദ് പോർട്ടലിൽ എൻട്രി ചെയ്യണമെന്ന കേന്ദ്രത്തിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു. മുനമ്പം വഖഫ് ഭൂമി തന്നെയാണെന്നും അതിൽ മറ്റ് തർക്കങ്ങളില്ല എന്നും KS ഹംസ പറഞ്ഞു. മുഖ്യമന്ത്രി ആരോ തെറ്റിദ്ധരിപ്പിച്ചതാകാമെന്നും വഖഫ് ബോർഡ് ചെയർമാൻ പ്രതികരിച്ചു. കേന്ദ്രത്തിന്റെ നിർദ്ദേശമുണ്ടായി ഈ മാസം മെയ് 17 തീയതിക്ക് മുമ്പ് മുഴുവൻ വഖഫ് പ്രോപ്പർട്ടീസും ഉമീദിൽ എൻട്രി ചെയ്തിരിക്കണം എന്ന ഗവൺമെൻറ്റിന് നിർദ്ദേശമുണ്ടായിരുന്നു. ആ വഖഫ് ആധാരം കണ്ടവർക്കും വായിച്ചവർക്കറിയാം. ആ വഖഫ് ആധാരത്തിൽ വ്യക്തമായും സിദ്ദിഖ് സേട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് വഖഫാണ് എന്നുള്ളത്. ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അങ്ങനെയൊക്കെ വിശദീകരിച്ച് പറഞ്ഞു എന്നുള്ളത് കേട്ടു. ഞാൻ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മുനമ്പത്തെ മനുഷ്യർ വഞ്ചിക്കപ്പെട്ടതാണെന്നും ഫറൂഖ് കോളേജ് വഖഫ് ഭൂമി തെറ്റിദ്ധരിപ്പിച്ച് അവർക്ക് വിറ്റതാണെന്നും KS ഹംസ പ്രതികരിക്കുന്നു. ഫറൂഖ് കോളേജിന് വേണ്ടി മുൻ കോൺഗ്രസ് നേതാവായ TV പോളാണ് ഭൂമി വിൽപ്പന നടത്തിയത്. യഥാർത്ഥ കുറ്റക്കാർ ഫറൂഖ് കോളേജ് അധികൃതരും അന്നത്തെ കോൺഗ്രസ് നേതൃത്വവുമാണെന്നും ഹംസ കുറ്റപ്പെടുത്തി. വഖഫ് ബോർഡിൻ്റെ മുമ്പിൽ അവിടുത്തെ ഇപ്പോഴത്തെ താമസക്കാരായ ആ പാവം ജനങ്ങളല്ല, ഹതഭാഗ്യരാണ്. അവരെല്ലാം ഞങ്ങളുടെ മുമ്പിൽ കുറ്റക്കാർ. അവർ വഞ്ചിക്കപ്പെട്ടതാണ്, അവർ ചതിക്കപ്പെട്ടതാണ്. എന്നാൽ അവർക്ക് ഈ വഖഫിൻ്റെ ഭൂമി ശരിയായ ഭൂമിയാണ്, വിൽപ്പനാധികാരമുള്ള ഭൂമിയാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വിറ്റതാരാണ്? ഫാറൂഖ് കോളേജ്. ഫാറൂഖ് കോളേജിന് വേണ്ടി അതിൻ്റെ മുഖ്തിയാർ അവകാശം കൊടുത്തിട്ടുള്ള TV പോൾ എന്ന TV പോൾ എന്നദ്ദേഹമാണ് ഫാറൂഖ് കോളേജിൽ നിന്ന് മുഖ്തിയാർ അവകാശം എഴുതി മേടിച്ച് ആ മുഖ്തിയാർ അവകാശത്തിൻ്റെ പേരിലാണ് ഈ പാവങ്ങൾക്ക് ഇതെല്ലാം വിറ്റ് പൈസയാക്കിയത്. അപ്പോൾ യഥാർത്ഥ കുറ്റക്കാർ ഫാറൂഖ് കോളേജ് അധികാരികളാണ്. മുബഷീർ P. അക്ബറാണ് ചെയ്തത്. മുബഷീർ, വഖഫ് ബോർഡിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രി. എന്താണ് അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം? വഖഫ് ബോർഡ് ചെയർമാന്റെ ഒരു വിശദീകരണം എന്താണ്? വിനീത, മുഖ്യമന്ത്രി VD സതീശന്റെ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് അതേ തട്ടിൽ തന്നെയാണ് വഖഫ് ബോർഡിന്റെ ചെയർമാനായിട്ടുള്ള KS ഹംസയും മറുപടി പറയുന്നത്. കോൺഗ്രസ് അധികൃതരുടെ, അതായത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടുകൂടി അന്നത്തെ UDF സർക്കാരിന്റെ ഒരു തീരുമാനമായിരുന്നു അത് വഖഫ് ഭൂമിയാണെന്നുള്ളത്, വഖഫ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അവർ അനുശാസിക്കുന്ന രീതിയിലുള്ള നടപടിക്രമം മാത്രമാണ് ഇപ്പോഴത്തെ വഖഫ് ബോർഡ് ചെയ്തിട്ടുള്ളത്. ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് കേന്ദ്ര നിർദ്ദേശത്തിന്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ മാസങ്ങൾക്ക് മുൻപ് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ അത് വഖഫ് ഭൂമിയാണെന്ന് സ്ഥിരീകരിച്ചതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ കാലാവധി പൂർത്തിയാകാൻ 2 ദിവസം ശേഷിക്കെ, അതായത് മെയ് 17 ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യേണ്ട കാലാവധി. അതിന് 2 ദിവസം മുൻപ് മാത്രമാണ് ഉമീദ് പോർട്ടലിൽ വഖഫ് ഭൂമിയാണെന്ന് മുനമ്പം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത്. അവിടെ വഖഫ് ഭൂമി മാത്രമല്ല, വഖഫ് ബോർഡിന്റെ കീഴിൽ വരുന്ന 56,000-ലധികം വരുന്ന പ്രോപ്പർട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന് പ്രത്യേക താല്പര്യമോ രാഷ്ട്രീയ ഇഷ്ടങ്ങളോ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് KS ഹംസ പറഞ്ഞു വെക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ ഇക്കാര്യത്തിൽ വൈകാരിക പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ഈ പ്രോസസ്സുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുള്ള വ്യക്തിയാണ് VD സതീശൻ. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും അത്തരമൊരു പ്രതികരണം പ്രതീക്ഷിച്ചതല്ല. ഇതൊരു മുസ്ലിം ക്രിസ്ത്യൻ സാമുദായിക വിഷയമല്ല, മറിച്ച് ഒരു നിയമത്തിന്റെ വിഷയമാണ്. ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടും മുനമ്പത്തെ ജനങ്ങളോടൊപ്പം തന്നെയാണ്. പക്ഷേ സുപ്രീം കോടതി ഉൾപ്പെടെ അത് മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് സ്ഥിരീകരിക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് VD സതീശൻ അങ്ങനെ പറയാൻ സാധിക്കുന്നത് ചോദ്യം വഖഫ് ബോർഡ് ഉന്നയിക്കുന്നുണ്ട്. കേവലം രാഷ്ട്രീയ ആരോപണം മാത്രമായിട്ട് അതിനെ ചുരുക്കാൻ സാധിക്കില്ല. അതിന്റെ നൂലാമാലകളും നടപടിക്രമങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കാൻ VD സതീശൻ തയ്യാറാകണമായിരുന്നു എന്നുള്ളതാണ് KS ഹംസ പറഞ്ഞു വെക്കുന്നത്. വഖഫ് ബോർഡ് കൃത്യമായിട്ടും നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളതും. വഖഫ് ബോർഡ് ചെയർമാന്റെ ഒരു വിശദീകരണമായി വരുന്നത് കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതെന്നാണ് പറയുന്നത്.